ഹായ് വെൽക്കം ബാക്ക്. വി ആർ ലവ് ടു പോയിന്റ് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, അപ്പൊ കുട്ടിമണികളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാവരുമായിട്ട് കളി കാര്യങ്ങൾ അങ്കപ്പുറപ്പാട് അങ്കത്തട്ടിലാണ് വിച്ചു നേരം വെളുത്തപ്പത്തിട്ട്. കാലത്ത് തന്നെ ഞാനാണ് അങ്കത്തട്ട്, അമ്മ വേറെ അങ്കത്തട്ടിലേക്ക് പോകും. അതുകൊണ്ട് ഞാനാണ് ഇവിടുത്തെ, ഞാനും വല്യമ്മ ഉണ്ടാവും, അല്ലെങ്കിൽ അമ്മയായിരിക്കും ചില സമയങ്ങളിൽ. അപ്പൊ അമ്മയ്ക്ക് പണിയുള്ള ദിവസങ്ങളില് വല്യമ്മയായിരിക്കും. ഞങ്ങൾ ഒരുമിച്ചായിരിക്കും അങ്കത്തട്ടിന് ഇറങ്ങുന്നത്. അമ്മ വേറെ അങ്കത്തട്ടിന് പോകാനുണ്ട്, അമ്മ പകുതിയൊക്കെ രക്ഷപ്പെടും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കുറേ നാൾക്ക് ശേഷം, അതായത് നമ്മുടെ ഉത്സവ സീസണൊക്കെ കഴിഞ്ഞ് വൈൻഡപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പം അതിൻ്റെ ഇടയിൽ കുറേ നാളുകൾക്ക് ശേഷമായിട്ടുള്ള ഒരു ഉത്സവം ഞാൻ ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെൻ്റെ കുറേ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാനത് ഷെയർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കൈ നോക്കണ ചേച്ചിയുടെ അടുത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ചെയ്തിട്ടുണ്ട്. അത് അതിലുണ്ട്. ഞാനൊന്നും മാറ്റി കളഞ്ഞിട്ടില്ല. അപ്പൊ എന്തായാലും നിങ്ങൾ അത് കണ്ടു നോക്കി നിങ്ങൾ അതേപോലെ ആണോ എന്നുള്ളത് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണം. ഞാനേ കഴിഞ്ഞ ദിവസം ഇങ്ങനെ എന്താ പറയാ എച്ച് പോയിട്ട് ഇങ്ങനെ പൂഞ്ച മരകരിക്ക് എച്ച് പോയിട്ട് ഇങ്ങനെ സാഡ് അടിച്ചിരുന്നപ്പോഴത്തേക്ക് അമ്മ വന്നിട്ട് പറയണേ, മോളെ നിന്റെ സമയം ഇപ്പൊ ശരിയല്ല, അമ്മയ്ക്കറിയാം, മോള് വിഷമിക്കണ്ട. അപ്പൊ അങ്ങനെയൊക്കെ കുറെ കലാവിരുദ്ധം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു, എൻജോയ് ചെയ്യാൻ പറ്റിയിട്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഉത്സവം കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് തന്നെ. അപ്പൊ അങ്ങനെ എന്നെ കൊണ്ടായില്ല. യെസ്, അത് വേറെ ഒന്നും കൊണ്ടല്ല, പോയി പെട്ടെന്ന് പോരാമെന്ന് ചോദിച്ചു. ഫ്രണ്ട്സുകള് ഒരു എന്താ പറയാ, അവര് കുറച്ച് ഫ്രണ്ട്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവര് വിളിച്ചപ്പോ ജസ്റ്റ് ഒന്ന് പോയിട്ട് വന്നതാ. ഞങ്ങളോട് ജിമ്മിലെ ആശാൻ വിളിച്ചതാണല്ലോ. അതെ, എല്ലാവരും കൂടി അവരുടെ ഫ്രണ്ട്സ് ആണല്ലോ അല്ലേ. അപ്പൊ അങ്ങനെ അപ്പൊ എന്തായാലും നിങ്ങൾ പോയി ജസ്റ്റ് കണ്ടിട്ട് പോയോ. അപ്പോൾ ഞങ്ങൾ കുറേ നാളെ ഒരു ഉത്സവം കൂടിയിട്ട്, ഉത്സവങ്ങളുടെ സീസണൊക്കെ കഴിഞ്ഞപ്പോൾ കുറേ നാൾക്ക് ശേഷം ഇതേ വേറൊരു ഉത്സവം വന്നേക്കണം കേട്ടോ. കുരുതിപ്പാലയാണ് കേട്ടത്. കുരുതിപ്പാല നമ്മളുടെ പേരുക്കാവ് അമ്പലമാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയിൽ ഞങ്ങൾ വണ്ടിയൊക്കെ വെച്ചിട്ട് നേരെ അമ്പലത്തിലേക്ക് നടക്കണം കേട്ടോ. അമ്പലം കാണാനായിട്ട് നല്ല ഭംഗിയാണ്. കാര്യം രണ്ട് സൈഡിലായിട്ട് കണ്ടം, അതിൻ്റെ ഒത്ത നടുക്കായിട്ട് ഒരു അമ്പലം, മറ്റേ ഉത്രാളിക്കാവൊക്കെ പോലെയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അത്രയ്ക്കും ഇല്ല, എന്നാലും തൊട്ടപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലൊക്കെ ആയിട്ട് കണ്ടവും കാര്യങ്ങളൊക്കെയാണ്, കൃഷി ചെയ്യുന്ന സ്ഥലം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അവിടേക്കാണ് ഏറ്റവും കൂടുതൽ പെട്ടിക്കടലും കാര്യങ്ങളൊക്കെ ഇട്ടേക്കുന്നത് കേട്ടോ. പോകുന്ന വഴി കുത്തനെ ഇറക്കമാണ്, നേരെ അങ്ങോട്ടേക്ക് താഴത്തോട്ട് ഇറങ്ങിയിട്ട് വേണം അമ്പലത്തിലോട്ട് പോകാനായിട്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ. വൈകുന്നേരം നേരത്തെ അതിലെ ആ ഒരു തിണ്ടത്തിൽ കൂടെ നടന്നു പോകാനൊക്കെ ആയിട്ട് നല്ല രസമാണ്. അപ്പോൾ ഞങ്ങൾ നേരെ അവിടെ ഇറങ്ങി ചുമ്മാ ലൈറ്റും കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങോട്ടേക്കൊക്കെ നോക്കി നടക്കുക. ഇനി എന്താണ് അടുത്ത പ്ലാനെന്ന് നോക്കി നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വൈകുന്നേരം ആകുമ്പോൾ മറ്റേ താലത്തിൻ്റെ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് കുറച്ചും കൂടി, അതായത് ലൈറ്റ് ആകും, ഒരു 10 മണി 10:30 ഒരു നേരത്തൊക്കെ ആയിട്ട് താലത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ ഇതിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് അമ്പലത്തിൻ്റെ ബാക്ക് സൈഡ് കേട്ടോ. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ബാക്ക് സൈഡിലാണ്. ഫ്രണ്ട് സൈഡ് അപ്പുറത്തെ സൈഡിലേക്ക് പോകണം. അപ്പുറത്തെ സൈഡിലാണ് താളം കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഞങ്ങൾ ബാക്ക് സൈഡിലോട്ട് വന്നു. നമുക്ക് എളുപ്പം വരാനായിട്ട്, അതായത് നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ നമുക്ക് എളുപ്പം എന്ന് പറയുന്നത് ഗുരുതിപ്പാല ചെന്നിട്ട് അവിടെ നിന്ന് നേരെ പേരുക്കാവ് അമ്പലത്തിലേക്ക് ഇറങ്ങുക. അപ്പോൾ ഇറങ്ങുന്ന സ്ഥലം എന്ന് പറയുന്നത് ബാക്ക് സൈഡാണ്. അപ്പോൾ അതിൽ ഈ ചുറ്റി തന്നെ പോയി ഫ്രണ്ടിലേക്ക് കയറാനായിട്ട് പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു കണ്ടം കാര്യങ്ങളൊക്കെ. ഇപ്പുറത്ത് കണ്ടമാണ്. ബ്രേക്കില്ലാത്ത വണ്ടി പോരിയാണ് ഇപ്പോൾ തന്നെ. കുടുംബക്കാർ നല്ലത് പറഞ്ഞു തന്നാലും അവരുടെ എതിർപ്പേ തോന്നുന്നുള്ളൂ. അവര് ഉപദേശം തന്നാലും നിങ്ങളുടെ ഉപദേശം എനിക്കുകൊണ്ട് എൻ്റെ കാര്യം എനിക്കറിയുന്ന അഭിപ്രായക്കാരില്ല. കുടുംബത്തിൽ ചെന്നാലും അച്ഛനമ്മ അമ്മാവൻ 3 വരെ സ്വീകരിക്കാനുള്ള ഭാഗ്യം നമുക്ക് പോരാ. അച്ഛൻ്റെ ആൾക്കാർ വേണ്ടോളുണ്ട്. പണിയെടുക്കുമ്പോൾ കായ്പ് പിന്മാറും. അമ്മയുടെ ആൾക്കാർ കൊടുക്കുന്ന ദോഷത്തിനുമില്ല. പെറ്റമ്മച്ചിന് തൻ്റെ കഴിവുള്ളതുകൊണ്ട് അമ്മയും മക്കളും എനിക്ക് പോരുന്നു, അല്ലെങ്കിൽ അഡ്മിഷൻ കൂടി ഉണ്ടാകില്ല. ഇന്ന് കളിമട്ട് മാറിയിട്ടുള്ള കാര്യമത്തിലെറ്റിയിട്ടില്ല. ഇന്ന് നമുക്ക് നമ്മുടെ പോക്ക് വരവ് ഇന്നൊരു ഉണർച്ചയില്ല. ഒരു കര പിടിച്ച് വന്നതായിരുന്നു. ഇടക്കാലം വെച്ച് താഴ്ചയാണ് പോവാച്ച. ഇടത്തെ വലത്തെ കയ്യിൽ കണ്ടിട്ട് ആള് കുറുക്കനാ. വാക്ക് 2 ആയാലും പ്രവൃത്തി 1 ആണ്. നമ്മുടെ മനസ്സിലുള്ള ലക്ഷ്യം അതെടുത്ത് നമ്മൾ പ്രവർത്തിക്കുന്നു. ഒരു ജോലി കിട്ടി, കുടുംബത്തിൻ്റെ ഭാരങ്ങൾ ഒതുക്കി, എന്നിട്ട് മതി എന്ന് പറഞ്ഞാൽ ആ വിവാഹം കൊണ്ടുപോകും. 26-27 വയസ്സ്
പഞ്ചായത്തിൽ അടിപൊളി സ്ഥാനമാണ്. തടസ്സമായി കിടക്കുന്ന കാര്യങ്ങളൊക്കെ വിജയിക്കും. ഇപ്പം വെള്ളത്തിലുള്ള കരക്കലത്ത് നിലയണം ഇപ്പോഴത്തെ നില. സമയം മോശമാണ്. ഈ പറഞ്ഞ ജൂൺ മാസം കഴിയണം. തടസ്സമായി കിടക്കുന്ന കാര്യം പോലെ വിജയിക്കും. അവിടെ ദോഷപ്പെടുന്നത് വിദേശയാത്രയ്ക്ക് സ്ഥാനമുണ്ട് കേട്ടോ. നാട് വിടണോ വേണ്ട 2 മനസ്സിലാണ് ഇപ്പോഴത്തെ നില. നാട് വിടും. അത് കഴിഞ്ഞ് വന്നാലേ നമുക്ക് ഈ നോക്കത്തുള്ളൂ. നമ്മുടെ മനസ്സിലുണ്ട് സ്ഥാനം, അതെടുത്ത് പ്രവർത്തിക്കുന്നു. അപ്പോൾ എല്ലാവരും അത് പറയുള്ളൂ. മനസ്സിലുണ്ട് ലക്ഷ്യം. അത് ശരി. വെറുതെ ഒരു കൗതുകം തോന്നിയപ്പോൾ കയറിയതാണ് കേട്ടോ അമ്മച്ചീരുടെ അടുത്ത് കൈ നോക്കാൻ വേണ്ടിയിട്ട്. ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കൂടെ, അപ്പോൾ അവർ നിർബന്ധിച്ചപ്പോൾ കയറിയതാണ് അമ്മച്ചീരുടെ അടുത്ത്. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ കേട്ടില്ലേ, ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ അതിലിട്ടിട്ടുണ്ട്. എന്താണ് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ നേരെ ഞങ്ങൾ ഫ്രണ്ടിലോട്ട് എത്തി കേട്ടോ. ഫ്രണ്ടിലോട്ട് എത്തി. ഇവിടെ കുറേ പരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഞാനത് ഞാൻ കേൾപ്പിച്ച് തരാവേ.
സിനിമയുണ്ട് കേട്ടോ വൈൻഡപ്പ് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഞങ്ങൾ വൈൻഡപ്പിന് വേണ്ടി നിൽക്കുന്നതാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വീഡിയോകളെല്ലാം. അപ്പോൾ ഞാൻ കുറേയൊക്കെ അതേപോലെ തന്നെ ഇട്ടിട്ടുണ്ട്. ചിലയിടത്ത് മാത്രം വോയിസ് ഓവർ കൊടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മേളത്തിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കോപ്പറേറ്റ് അടിക്കും. അതുകൊണ്ടാണ് നമ്മൾ വോയിസ് കൊടുത്തേക്കുന്നത്. നല്ല അമ്പലമാട്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. തൊട്ടപ്പുറത്തും ഇപ്പുറത്തും കണ്ടവും ഒത്തുനടുക്കുന്ന നമ്മുടെ അമ്പലവും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ജാനിക്കുട്ടിക്ക് ചോറൊക്കെ കൊടുക്കാറായിട്ടുണ്ട്. ചോറല്ല സോറി, ജാനിനെ എഴുത്തിനെടുത്താറായിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെയുള്ള സമയം ഞങ്ങള് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കണം. നല്ലൊരു ദിവസം നോക്കി നമുക്ക് എല്ലാവർക്കും കൂടെ പോയി ഭംഗിയായിട്ട് എഴുത്തിനൊക്കെ എഴുതാം. ആളിപ്പോ അതിനു മുമ്പ് തന്നെ എഴുത്തൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആളുടേതായ കുത്തിവരയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയല്ല, എഴുത്തല്ല, ചുമ്മാ പേന വരച്ചിട്ടുള്ള കുത്തിവരയൊക്കെ ഉണ്ടല്ലോ. കുഞ്ഞുങ്ങളല്ലേ, അറിയത്തില്ലല്ലോ. അപ്പൊ നമ്മളുടെ ഈ ഒരു കൊച്ചു വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നതാണെന്നുണ്ടെങ്കിൽ പോയി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂട്ടത്തിലെ ബെല്ലൈക്കനും കൂടി നോട്ടിഫിക്കേഷൻ. പുതിയൊരു വീഡിയോ ഇട്ടിരുന്ന എല്ലാവർക്കും അമ്മേ ഇന്ന് കിട്ടുവെച്ചിട്ട് അത് ഞാൻ അങ്ങനെ എടുത്തല്ല, പൊട്ടി പോയതാ. എന്താ വേറെ ഉണ്ടല്ല, ഞാൻ കൊറേ മേടിച്ചിട്ടുണ്ടെന്നുണ്ടായില്ല.